അസ്സലാമു അലൈക്കും. വെൽക്കം ടു സദ്മീസ് കുക്കിംഗ് ആർട്ട്. എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ്. ഇന്ന് കുക്ക് ചെയ്യുന്നത് ഞാനല്ല, എൻ്റെ ഹസ്ബൻഡാണ്. ഇക്കാക്കയുടെ ഒരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാരങ്ങ അച്ചാറാണ്. ഈ അച്ചാർ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. വലിയ പാടൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് സംസാരിച്ച് സമയങ്ങളാണ്ട് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. ആദ്യം തന്നെ അച്ചാറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാരങ്ങ ഒരു 50 എണ്ണം ഇവിടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചു. എന്നിട്ട് ചൂടാറിയ ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഇവിടെ ചതച്ചും വെച്ചിട്ടുണ്ട്. ഇതെല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട്. ഈന്തപ്പഴം ഒരു 20 എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ഉരുളിയിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ലെണ്ണ ഒരു 1/2 ലിറ്ററോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആദ്യം തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയോടൊപ്പം തന്നെ കടുകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരണം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് കിടക്കുകയാണ്, അപ്പോൾ വേഗം തന്നെ പൊട്ടി വന്നോളും. അളവൊക്കെ ഒരു കൈയളവിൽ അനുസരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു ഏകദേശം അളവ് നോക്കിയപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അത്രയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉലുവയും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. ഇതിൻ്റെ അളവ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. 2 ടേബിൾ സ്പൂൺ വെച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇത് കുറച്ച് അധികം അച്ചാർ തന്നെ എടുത്തിട്ടുണ്ട്. 50 നാരങ്ങ എന്നൊക്കെ പറയുമ്പോൾ അധികം ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലത്തേക്ക് നമ്മളധികം ഒന്നും ആക്കി ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ ഒന്ന് ചുമ്മാ ഉണ്ടാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കുറച്ച് നാരങ്ങയൊക്കെ എടുത്ത് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറക്കുക. ഇപ്പോൾ 50ൻ്റെ പകുതി 25 നാരങ്ങ അല്ലെങ്കിൽ അതിൻ്റെ പകുതി അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ആ അളവിൽ കുറച്ച് ചേർത്താൽ മതി. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പകരം 1 ടേബിൾ സ്പൂൺ ആക്കാം, അല്ലെങ്കിൽ അതിന് പകുതിയാണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ആക്കാം. അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അച്ചാറിൻ്റെ പിക്കിൾ പൗഡർ ഇവർ ഉണ്ടാക്കുന്നതല്ല, നിങ്ങൾ കടയിൽ നിന്ന് തന്നെ സാധാരണ പാക്കറ്റ് ചെയ്ത് വന്ന തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല തിളച്ചെടുക്കുന്ന എണ്ണയാണ്. ഇതിലിപ്പം തന്നെ നല്ല ഹൈ ഫ്ലെയിമാണ്. അപ്പം ഈ മസാലയൊക്കെ വേഗം തന്നെ അങ്ങ് മൂത്ത് കരിഞ്ഞോ സാധ്യത. അപ്പോൾ വേഗം തന്നെ അങ്ങ് ഇളക്കി കൊടുത്ത് അപ്പം തന്നെ അങ്ങ് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കായപ്പൊടി 20 ഗ്രാം ഉണ്ട്. അച്ചാർ പൊടി ഞാൻ പറഞ്ഞില്ല, ഇൻസ്റ്റൻ്റ് അച്ചാർ പൊടിയാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്. അതൊരു 100 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് ഒരു കുപ്പി വിനാഗിരിയുടെ 3/4 ഭാഗത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 ഭാഗത്തോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ കുപ്പിയാണ്, ഏകദേശം 1 ലിറ്റർ ഉണ്ടാകും. അപ്പോൾ എല്ലാം ഷടപടയെന്ന് അങ്ങ് ചെയ്യുകയാണ്. കാരണം നല്ല തീയുണ്ട്. നമ്മളൊന്നിന് വെയിറ്റ് ചെയ്തെന്നാൽ പെട്ടെന്ന് തന്നെ മസാലയൊക്കെ അങ്ങോട്ട് അടുക്കി പിടിക്കും. സോ വേഗം തന്നെ അങ്ങ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് തിളക്കണം. ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരും. ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ അച്ചാറിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് ഇടാൻ പറഞ്ഞപ്പോൾ ഞാൻ ഒരു കൈ അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് തിളക്കണ്ട. ഇനി ഇതിലേക്ക് 1 കപ്പ്, ഒരു ചെറിയ നമ്മൾ ചാടിക്കുന്ന ഒരു കപ്പ് ഉണ്ടല്ലോ, ആ കപ്പ് അളവിൽ സാധാ പച്ചവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പച്ചവെള്ളമൊന്നുമല്ല, പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതും നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നാരങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് തിളക്കുന്നുണ്ട്, നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. ഈ സമയത്തേക്ക് നാരങ്ങ അല്ല, ഈന്തപ്പഴം ഉണ്ടോ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ. ഈന്തപ്പഴം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 20 ഈന്തപ്പഴം ഇതുപോലെ
നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. എന്നിട്ട് മിക്സാക്കി കൊടുക്കാം. ഈന്തപ്പഴം ഒന്ന് കുറച്ച് നേരം തിളപ്പിച്ചെടുത്ത് അതിന് ശേഷം നമ്മുടെ നാരങ്ങ അങ്ങ് ഇട്ട് കൊടുക്കാം. നാരങ്ങ നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം തിളപ്പിക്കുക, ഒരു 2 സെക്കൻഡ്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ മാങ്ങാച്ചാറ് പോലെയല്ല, മാങ്ങയിൽ നമ്മൾ ലാസ്റ്റ് മാങ്ങ ആഡ് ചെയ്താൽ പിന്നെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണല്ലോ, തിളപ്പിക്കാനൊന്നും നിൽക്കില്ല, പച്ചനെ തന്നെ അങ്ങ് ആഡ് ചെയ്യലാണ്. പക്ഷേ ഈ അച്ചാറിൽ അങ്ങനെയല്ല. നമുക്ക് ഈ അച്ചാർ എന്താ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കാം, ഒരു കയ്പും ഉണ്ടാവില്ല, നല്ല അടിപൊളിയായിരിക്കും. ഈ അച്ചാർ ഉണ്ടെങ്കിൽ പിന്നെ ചോറിന് കറി ഒന്നും വേണ്ടെന്ന് തന്നെ പറയാം. എല്ലാവരുടെയും ഫേവറേറ്റ് ആണിത്. അപ്പോൾ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ എത്ര എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ഇവർ പാരമ്പര്യമായിട്ടൊക്കെ തന്നെ ഉണ്ടാക്കി കൊണ്ടുവന്ന അച്ചാറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളിനെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടും. അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനി വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.